നമസ്കാരം. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മനഃശാസ്ത്ര പ്രശ്നമാണ്. ഇന്ന് പൊതുമധ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മനഃശാസ്ത്ര പ്രശ്നം. അനുപമ പരമേശ്വരൻ എന്ന നടി ഉയർത്തിയ ഒരു പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. അവർ മലയാളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക് മുതലായി സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ശ്രദ്ധേയയായ നടിയാണ്. അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ അയാം ധന്യവർമ്മ എന്ന യൂട്യൂബ് ചാനലിൽ ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അവരുടെ പ്രണയ പങ്കാളിയുമായിട്ടുള്ള ജീവിത സംഘർഷത്തിനിടയിൽ തിരിച്ചറിഞ്ഞൊരു കാര്യവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നത്തെയുമാണ് അവർ മുന്നോട്ട് വെച്ചത്. വളരെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്, അത് സ്വകാര്യമാണ്, അത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് അവരുടെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം അവർ പറയുന്നത്. സാധാരണ വിവാഹാനന്തരമുള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തപ്പെടാറുണ്ട്. എന്നാൽ പ്രണയകാലത്ത് അനുഭവിച്ചതും പിന്നീട് വിവാഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ തൊട്ടു മുന്നേ പിന്മാറിയതുമായൊരു കാര്യമാണ്. അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ വിവാദത്തിലൂടെ ഒന്ന് കടന്നു പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. വെറും വിവാദമല്ല, ആ വിവാദം മുന്നോട്ട് വെച്ച NPD എന്ന് പറയുന്ന മനഃശാസ്ത്ര പ്രശ്നത്തെക്കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മളതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളല്ല. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നം പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മനോജ് വെള്ളനാടിൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം എന്നുള്ളതാണ്. NPD, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. നമ്മൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ അവർ തന്നെ അതിന് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പല രീതിയിൽ അന്യൻ സിനിമയൊക്കെ കാണുന്ന പോലെ ഒരു തവണ നടത്തുന്ന പെരുമാറ്റം തൊട്ടടുത്ത് തവണ സ്നേഹമായി മാറും, പിന്നെ അത് രോഷമായി മാറും, പിന്നീട് വെറുപ്പായി മാറും. പക്ഷേ ഇതിങ്ങനെ കയറിയും കുറഞ്ഞും മാറിക്കൊണ്ടേയിരിക്കും. നമ്മളതിനെ പലപ്പോഴും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. പക്ഷേ അതിലെ സ്പെസിഫിക്കായ മനഃശാസ്ത്രമായ നിർവചനത്തിലേക്ക് കൂടി അവർ അഭിമുഖത്തിൽ കടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള നിലയിൽ അവർ ആളുകളിലേക്ക് ഒരു എഡ്യൂക്കേഷൻ നൽകുന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ വെളിപ്പെടുത്തലിൻ്റെയും അഭിമുഖത്തിൻ്റെയും പ്രശ്നം. പലരും ആരാണ് ആ കാമുകൻ എന്നുള്ള അന്വേഷണത്തിലൊക്കെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള കാര്യമില്ല. ആ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നാർസിസം എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത് പലപ്പോഴും സ്വന്തം എന്നെ തന്നെ ആരാധിക്കുക, ആത്മരതി എന്നൊക്കെയുള്ളതിലാണ് പറയുക. പക്ഷേ ഈ മാനസിക പ്രശ്നത്തെ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ ഒരു പ്രശ്നം തന്നെയാണ്. അത് സ്വയം സംതൃപ്തി എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതായത് ഇരയാക്കപ്പെടുന്ന അയാൾ അത് തിരിച്ചറിയുന്നില്ല. അയാളുടെ പങ്കാളിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണെങ്കിലും പലപ്പോഴും അയാൾ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തൻ്റെ പങ്കാളിക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന, അവസാനം ചില്ലകളെല്ലാം മുറിച്ച് കളഞ്ഞ് ഏകാഗിയായ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അതിന് കാരണമാകുന്നത് ഈ തരത്തിലുള്ള ഇടപെടലുകളുമാണ്. അതിനെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നമ്മൾ മനോജ് വെള്ളനാടിൻ്റെ പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിർവചനവും വിശദാംശങ്ങളും അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് തരുന്നുണ്ട്. ആ വിശദീകരണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. മനോജ് വെള്ളനാട് പറയുന്നത് ഇങ്ങനെയാണ്: NPD എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, പക്ഷേ ആരും അതൊരു പ്രശ്നമായി തിരിച്ചറിഞ്ഞിരുന്നില്ല. ശരിയായ ശാസ്ത്രീയമായ അറിവുകൾ എങ്ങനെ മനുഷ്യരെ തിരിച്ചറിവുള്ളവർ ആക്കുന്നു, ആ തിരിച്ചറിവ് എങ്ങനെ രക്ഷയാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അനുപമ. നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ കയ്യിലെ കളിപ്പാവകളായി ഇപ്പോഴും ജീവിതം ദുരന്തപൂർണ്ണമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. അത് പ്രയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭമാണ് NPD ഉള്ള ഒരാളുമായുള്ള ബന്ധം. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ, വിവിധ വിഷയങ്ങളിൽ അറിവുള്ള, വളരെ സോഷ്യലായ, പൊതുവെ നല്ലവനായ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെപ്പറ്റി അയാളുടെ പാർട്ട്ണർ വന്ന് നിങ്ങളോട് പറയുകയാണ്, ഇയാളുടെ കൂടെയുള്ള എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ജീവിതം ഏറ്റവും ദുരിതപൂർണ്ണവും എൻ്റെ സ്വത്തും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് ഞാനൊരു മനുഷ്യനാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നും വിധമായി എന്നൊക്കെ. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതിശയിക്കും. അങ്ങനെയാണോ? അവിശ്വസനീയം എന്ന് പറഞ്ഞ് സ്വന്തം സുഹൃത്തിനൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുക. സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അയാൾ എല്ലാ കുറ്റവും ആ പാർട്ട്ണറുടെ തലയിൽ വയ്ക്കും. സമൂഹത്തിൽ ആ പാർട്ട്ണർ ഒരു കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആയി മാറും. പലയിടത്തും സ്വന്തം വീട്ടുകാരും കൂട്ടുകാരും വരെ NPD ഉള്ളയാളുടെ വാക്കുകൾ കേട്ട് മറ്റേയാളെ തള്ളിപ്പറയും. ആരും പരാതി പറഞ്ഞ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. പക്ഷേ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന അവരുടെ മക്കൾ പലപ്പോഴും അവരോടൊപ്പം നിൽക്കും. കാരണം കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയാം. ഒരു NPD-കാരനെ അല്ലെങ്കിൽ ഒരു NPD-കാരിയെ എങ്ങനെ തിരിച്ചറിയാം? DSM-5 ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയെ NPD ആയി കണക്കാക്കാൻ താഴെ പറയുന്ന 9 ലക്ഷണങ്ങളിൽ കുറഞ്ഞത് 5 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം.
ഒന്ന്, അമിതമായ ആത്മപ്രശംസയും മഹത്വചിന്തയും. സ്വന്തം കഴിവുകൾ, നേട്ടങ്ങൾ, പ്രസക്തി എന്നിവയെക്കുറിച്ച് അതിശയോക്തിപരമായ തോന്നലുണ്ടാവുക. മറ്റുള്ളവരെക്കാൾ തങ്ങൾ ഉന്നതരാണ് എന്ന് തെളിയിക്കാൻ ചെറിയ നോട്ടങ്ങളെപ്പോലും പെരുപ്പിച്ച് കാട്ടുക. ഉദാഹരണം, ജോലി സ്ഥലത്ത് ഒരു ടീം ചെയ്ത പ്രൊജക്റ്റിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റേത് മാത്രമാണ് എന്ന് മേലധികാരികളോട് പറയുകയും സ്വന്തം ഇടപെടൽ കൊണ്ടാണ് കമ്പനി രക്ഷപ്പെട്ടത് എന്ന് വീമ്പ് പറയുകയും ചെയ്യുക. ഞാൻ കാരണമാണ് നീ ഇന്ന് ഇത്രയും സന്തോഷത്തോടെയും എല്ലാ സൗകര്യങ്ങളോടെയും ജീവിക്കുന്നത് എന്ന് പാർട്ട്ണറെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. 2, ഫാൻറ്റസീസ് ഓഫ് സക്സസ്, പവർ, ബ്രില്യൻസ്, ബ്യൂട്ടി ഓർ ഐഡിയൽ ലവ്. അതായത് വിജയത്തെയും അധികാരത്തെയും കുറിച്ചുള്ള അതിരുകടന്ന ഭാവനകൾ. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ അപാരമായ അധികാരം, ആഗോള പ്രശസ്തി, അമാനുഷിക സൗന്ദര്യം അല്ലെങ്കിൽ തികഞ്ഞ പ്രണയം എന്നിവയെക്കുറിച്ച് നിരന്തരം ദിവാസ്വപ്നം കാണുക. സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ താൻ താമസിയാതെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കോടീശ്വരനാകുമെന്നും എല്ലാവരും തൻ്റെ കാൽക്കൽ വീഴുമെന്നും യാതൊരു പ്രായോഗിക പദ്ധതികളുമില്ലാതെ ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പ്രസംഗിക്കുകയും ചെയ്യുക. ബന്ധങ്ങളിൽ തനിക്കൊരു പൂർണ്ണമായ തൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന പങ്കാളിയാണ് വേണ്ടത് എന്ന് പ്രതീക്ഷിക്കുകയും നിലവിലുള്ള ബന്ധത്തിൽ തൃപ്തിയില്ലാത്തവരായി പെരുമാറുകയും ചെയ്യും. അത് പാർട്ട്ണറെ നിരന്തരം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. 3, ബിലീഫ് ഓഫ് ബീയിങ് സ്പെഷ്യൽ ആൻഡ് യുണീക്ക്. താൻ മാത്രമാണ് പ്രഗത്ഭൻ എന്ന ചിന്ത. തങ്ങൾ വളരെ സവിശേഷരാണെന്നും ഉയർന്ന പദവിയിലുള്ളവർക്കോ അതിബുദ്ധിമാന്മാർക്കോ മാത്രമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും സാധാരണക്കാരുമായി ഇടപഴകുന്നത് തങ്ങൾക്ക് ചേർന്നതല്ലെന്നും വിശ്വസിക്കുക. ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ സാധാരണ ഡോക്ടർമാരെ കാണാൻ വിസമ്മതിക്കുകയും എന്നെപ്പോലെ ഒരാളെ പരിശോധിക്കാൻ ചീഫ് ഡോക്ടർ തന്നെ വരണം, ബാക്കിയുള്ളവർ നിലവാരമില്ല എന്ന് ശഠിക്കുകയും ചെയ്യുക. നിന്റെ വീട്ടുകാരുമായോ കൂട്ടുകാരുമായോ എന്നെ താരതമ്യം ചെയ്യരുതെന്ന് പാർട്ട്ണറെ നിരന്തരം ഓർമ്മിപ്പിക്കും. 4, നിരന്തരമായ പ്രശംസ ആഗ്രഹിക്കുക. മറ്റുള്ളവരിൽ നിന്ന് നിരന്തരം ശ്രദ്ധയും സ്തുതിയും അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കണം. ചെറിയൊരു കുറവ് വരുമ്പോൾ പോലും ഇവർക്ക് വലിയ അരക്ഷിതാവസ്ഥ തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ പ്രതീക്ഷിച്ച ലൈക്കുകളോ കമൻറ്റുകളോ ഒന്നും കിട്ടാതിരുന്നാൽ പ്രകോപിതനാവുക. അല്ലെങ്കിൽ വീട്ടിലുള്ള അയാളുടെ പുതിയ വസ്ത്രത്തെ പ്രശംസിച്ചില്ലെങ്കിൽ വഴക്കുണ്ടാക്കുക. എൻ്റെ ബുക്കിനെ പറ്റി നിങ്ങളെന്താ ഒന്നും പറയാത്തതെന്ന് വായനക്കാരോട് നിരന്തരം ചോദിക്കുന്ന ഒരു NPD എഴുത്തുകാരൻ. വായനക്കാരൻ ആ ബുക്കത്ര പോരാ എന്ന് പറയുന്ന മാത്രയിൽ അയാളെ ബ്ലോക്ക് ചെയ്യുകയോ തെറി വിളിക്കുകയോ ചെയ്യാം. കുറ്റം പറയുന്നവരെ അവർ ആജീവനാന്ത ശത്രുവായി കണക്കാക്കും. 5, സവിശേഷ അധികാര ബോധം. തങ്ങൾക്ക് നിയമങ്ങളും വ്യവസ്ഥകളും ബാധകമല്ലെന്നും മറ്റുള്ളവർ എപ്പോഴും തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും കരുതുക. തിയേറ്ററിലോ വിമാനത്താവളത്തിലോ വരി നിൽക്കാതെ മുന്നിലേക്ക് കയറിപ്പോവുകയും ചോദ്യം ചെയ്യുമ്പോൾ എന്നെപ്പോലൊരാൾ വരിയിൽ നിൽക്കണമെന്ന് നിങ്ങൾ എങ്ങനെ കരുതി എന്ന് ആക്രോശിക്കുകയും ചെയ്യുക. ജോലി സ്ഥലത്ത് അവർ മിക്കപ്പോഴും റെസ്റ്റ് എടുക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. 6, മറ്റുള്ളവരെ ചൂഷണം ചെയ്യൽ. സ്വന്തം താല്പര്യങ്ങൾ, പണം, കരിയർ എന്നിവ നേടിയെടുക്കാൻ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ മനസാക്ഷി കുത്തില്ലാതെ ഉപയോഗിക്കുക. സാമ്പത്തിക നേട്ടത്തിനായി സുഹൃത്തുക്കളിൽ നിന്ന് വലിയ തുക കടം വാങ്ങുകയും തിരിച്ചു ചോദിക്കുമ്പോൾ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. ഈ അനുഭവം ഉണ്ടാകാത്തവർ കുറവായിരിക്കും. അതുപോലെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ പോയി പിന്നീട് ആ സുഹൃത്തിൻ്റെ കണക്ഷൻ ഉപയോഗിച്ച് ജോലി സംഘടിപ്പിച്ചു, ചെയ്യാൻ ഉദ്ദേശിച്ച സഹായം മറന്നു പോവുക. ഇതൊക്കെ പങ്കാളിയുടെ പണമോ സഹായമോ ഉപയോഗിച്ച് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക, പകരം ഒന്നും നൽകാതിരിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ മാത്രം ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനകത്ത് വരിക. 7, സഹാനുഭൂതിയില്ലായ്മ. മറ്റുള്ളവരുടെ വികാരങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ എന്നിവ മനസ്സിലാക്കാനോ അവരോട് ദയയോടെ പ്രതികരിക്കാനോ ഉള്ള കഴിവില്ലായ്മ. പങ്കാളി കടുത്ത രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ കിടപ്പിലായതുകൊണ്ട് എനിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ എന്ന് സ്വന്തം അസൗകര്യം മാത്രം പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുക. അതുപോലെ ഒരു സഹപ്രവർത്തകൻ അതീവ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുക. ഞാൻ എൻ്റെ ബാല്യത്തിൽ അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടു, നീ എന്തിനാണ് ഇതിനൊക്കെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 8ാമത്തേത് അസൂയയും അസൂയ ആരോപണവും. മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും വിജയങ്ങളിലും ഉള്ളിൽ കടുത്ത അസൂയ തോന്നുക, അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾ കണ്ട് ലോകം മുഴുവൻ തങ്ങളോട് അസൂയപ്പെടുകയാണെന്ന് ചിന്തിക്കുക. ഒരു സഹപ്രവർത്തകന് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ, അംഗീകാരം ലഭിക്കുമ്പോൾ അയാൾ അതിന് അർഹനല്ലെന്നും കുറുക്ക് വഴികളിലൂടെ നേടിയതാണെന്നും പ്രചരിപ്പിക്കുക. ഒപ്പം സ്വന്തം പരാജയങ്ങൾ കാരണം മറ്റുള്ളവരുടെ അസൂയയാണെന്ന് സ്വയം ന്യായീകരിക്കുക. 9, ധാർഷ്ട്യം, അഹങ്കാരം. മറ്റുള്ളവരോട് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും മേലധികാര ഭാവത്തിലും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹോട്ടലിലെ വെയിറ്റർമാരോടും വീട്ടുജോലിക്കാരോടും വളരെ നിന്ദ്യമായ ഭാഷയിൽ സംസാരിക്കുക, അവരുടെ അന്തസ്സിനെ പരസ്യമായി ചോദ്യം ചെയ്യുക. അതൊക്കെ സ്വഭാവത്തിലുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമോ എന്ന് നോക്കുക. ഈ ലക്ഷണങ്ങളുള്ള ഒരാൾ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല. അച്ഛനോ അമ്മയോ സുഹൃത്തോ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ബോസോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനോ സിനിമാ നടനോ ഒക്കെ ആവാം. അനുപമ തുടങ്ങി വെച്ച ചർച്ചയിൽ ഈ കുറിപ്പിലൂടെ ഞാനും ജസ്റ്റ് ഭാഗമാകുന്നു എന്ന് മാത്രമാണ് മനോജ് വെള്ളനാട് പറയുന്നത്. എന്നിട്ടൊരു കുറിപ്പുണ്ട്. പക്ഷേ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 1 or 2 കണ്ടാൽ മാത്രം ഒരാളെ NPD എന്ന് വിളിക്കരുത്. പലർക്കും ചില നാർസിസിസ്റ്റിക് ട്രെയ്റ്റുകൾ ഏറിയും കുറഞ്ഞും ഉണ്ടാകാം. പക്ഷേ അവർ
ഒരു മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി ആവണമെന്നില്ല. യഥാർത്ഥ ഡയഗ്നോസിസ് ഒരു യോഗ്യതയുള്ള മനഃശാസ്ത്രജ്ഞനോ സൈക്യാട്രിസ്റ്റോ മാത്രമേ നടത്താനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ രാപ്പനി എറിഞ്ഞവർ ആയിരിക്കണം, അനുപമയെ പോലെ എന്നാണ് മനോജ് വെള്ളനാട് പറയുന്നത്. ഒരുപക്ഷെ അനുപമ മുന്നോട്ട് വെച്ച അവർ തുറന്നു പറഞ്ഞ ഈ പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ പങ്കാളി പോലും പലതവണയും ചികിത്സയ്ക്ക് വിധേയനായിട്ടുള്ള ആളാണ് എന്ന്. അതായത് അത്തരത്തിലൊരു വഴിയിലൂടെ അയാളുടെ സംതൃപ്തിക്ക് വേണ്ടി ആ നിലയിലുള്ള സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഉദാഹരണത്തിന് അയാളുടെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഒരാളുടെ. ഇപ്പോൾ അവർ ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ദിവസം ഒരു വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം അയാൾക്ക് ഇഷ്ടപ്പെട്ടതല്ല, അപ്പോൾ അയാൾ അതിനെ എതിർക്കില്ല. അയാൾ പറയും, ഒരു പകുതി സമ്മതത്തോടെ പറയും. എന്നാൽ പിന്നീട് ഒരു ദിവസം അയാളുടെ സദാചാര ബോധത്തിനും കാഴ്ചപ്പാടിനും അനുസരിച്ചൊരു വസ്ത്രം ഇട്ട് വരുമ്പോൾ ഇത് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും. പിന്നീട് അയാളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതും അയാളെ തൃപ്തിപ്പെടുത്തുന്നതുമായ വസ്ത്രം എന്ന നിലയിൽ നിരന്തരം അത് ധരിക്കും. അപ്പോൾ നമ്മൾക്കുള്ള ഇഷ്ടം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ടാവും നമുക്ക് മനസ്സിലാവുക ഞാനിത് ഒരു സഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് വസ്ത്രം ധരിക്കുമ്പോൾ മുഴുവൻ അയാളുടെ ചിന്ത ഇതിനെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് തോന്നും. അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കുമ്പോൾ, അതോടൊപ്പം തന്നെ സിനിമ ഒരു പ്രൊമോഷന് പോകുമ്പം, ഒരു പ്രോഗ്രാമിലിരിക്കുമ്പം, എന്ത് ചെയ്യുമ്പോഴും ഇത് അവർ ബുദ്ധിമുട്ടുണ്ടാവും, അയാൾക്ക് പങ്കാളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഡിസ്റ്റർബ്ഡായ അവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ മുഴുവൻ കെട്ടപ്പെട്ട സാഹചര്യമാണ് ഉണ്ടാവുന്നത്. തുറന്ന സമീപനം അല്ലെങ്കിൽ തുറന്ന തൻ്റെ ഉള്ളിലെ തോന്നലുകളെ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം അവിടെ നിന്ന് വിലക്കപ്പെടുകയാണ്. ഇത് കഴിഞ്ഞൊരു ഘട്ടത്തിലാണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നത്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അവർ അതിൽ നിന്ന് പിന്മാറുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ, ഇതിൽ ഏറിയും കുറഞ്ഞും നമ്മളും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കാം. പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മികച്ച പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളായി നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അത് എല്ലാ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെരുമാറുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമ്പൂർണ്ണ സാമൂഹ്യ അവസ്ഥയാണ് ഒരു ആധുനിക സമൂഹം എന്ന് നമ്മൾ ഒരു ഉട്ടോപ്യ എന്നൊക്കെ ചില പറയെങ്കിലും മികച്ച സങ്കല്പം. അത്തരത്തിലുള്ള സങ്കല്പത്തിലേക്ക് ഉള്ള യാത്രയ്ക്ക് കാരണമാകുന്ന ഓരോരുത്തരെയും സ്വയം പരിശോധിച്ച് തിരുത്താൻ കൂടി ഇടയാക്കുന്ന ഒരു കാര്യമായിട്ട് കൂടിയാണ് അനുപമയുടെ വെളിപ്പെടുത്തൽ പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ആണോ പെണ്ണോ അല്ലെങ്കിൽ ലിംഗവ്യത്യാസങ്ങളൊന്നുമില്ലാത്ത വിധം ഓരോ വ്യക്തിയിലും രൂഢമൂലമായിരിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, NPD പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള അവസരം കൂടിയായിട്ട് ഇതിനെ ഈ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ചെയ്യാവുന്നത്. നന്ദി, നമസ്കാരം.